ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് VFA, ബെബ്കോ LDC തുടങ്ങിയ 10th ലെവൽ പരീക്ഷകൾക്കും +2 ലെവൽ വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പരീക്ഷകൾക്കുമുള്ള കറണ്ട് അഫെയർ സെക്ഷനാണ്. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ശ്രദ്ധിക്കുക. ഈ കറണ്ട് അഫെയർസിൻ്റെ നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ അപ്ഡേറ്റും ലഭിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ലഭ്യമാണ്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ വരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പ് വഴി ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഫസ്റ്റ് ചോദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഏതൊരു പരീക്ഷയ്ക്കും. നിലവിൽ നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CP രാധാകൃഷ്ണനാണ്. നമുക്ക് വേണമെങ്കിൽ സർ CP എന്നൊരു കോഡ് വേണമെങ്കിൽ പഠിക്കാം. സർ CP എന്നൊരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ സർ CP നമുക്കറിയാം അല്ലേ. അദ്ദേഹം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, പക്ഷേ സർ CP സാറാണല്ലേ. സർ CP എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മൈൻഡിൽ ഓർത്തിരിക്കും. CP രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. അദ്ദേഹം ഇതിനു മുമ്പ് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു അദ്ദേഹം. പിന്നെ തമിഴ്നാട് തിരുപ്പൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. മഹാരാഷ്ട്ര ഗവർണറായിരുന്നു, തമിഴ്നാട് തിരുപ്പൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ആരാണ്? B. സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. B. സുദർശൻ റെഡ്ഡി 452 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ഈ 3 പോയിൻറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിത് പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ഒരു സ്ട്രാറ്റജിക്ക് ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വന്നേക്കാം. അപ്പോൾ പത്രത്തിലൊക്കെ വന്ന കാര്യമാണ്, സോ നമുക്ക് പഠിച്ചിരിക്കാം. ഇദ്ദേഹം 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ. പക്ഷേ 15ാമത്തെ വ്യക്തിയും 17ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. അതെന്താണ് അതിൻ്റെ മാറ്റം? 2 പേര് 2 തവണ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് അതിലൊരു വ്യത്യാസം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഡോക്ടർ S രാധാകൃഷ്ണനും അതുപോലെ ഹമീദ് അൻസാരിയാണ് 2 തവണ ഉപരാഷ്ട്രപതിയായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ. ഓക്കെ, 2002 തൊട്ടാണ് ഇതിന് പതിവ് തെറ്റിയതായിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കേരളത്തിൽ ജനിച്ച് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായ ഒരൊറ്റ മലയാളിയേ ഉള്ളൂ. അതാരാണ്? KR നാരായണനാണ്. ഓക്കെ, 92 തൊട്ട് 97 വരെ ഉപരാഷ്ട്രപതിയായിരുന്നു. 97 മുതൽ 2002 വരെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ആര്? KR നാരായണൻ. സ്വാതന്ത്ര്യാനന്തരം ആദ്യ ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. പദവിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് 10 വർഷം പൂർത്തിയാക്കിയത് വ്യക്തിയാണ്. 2007 തൊട്ട് 2017 വരെ ഉപരാഷ്ട്രപതിയായത് ഹമീദ് അൻസാരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹിദായത്തുള്ള അവിടെ നിന്ന് വിരമിച്ച ശേഷം ഉപരാഷ്ട്രപതി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 69-ൽ രാഷ്ട്രപതിയായിരിക്കെ സക്കീർ ഹുസൈൻ മരിച്ചപ്പോൾ ഉപരാഷ്ട്രപതി VV ഗിരി രാജിവെച്ച് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി. 2 സ്ഥാനവും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമായതിനാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസായ ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതിയായിരിക്കെ 82-ലും അദ്ദേഹം ആക്ടിംഗ് പ്രസിഡൻ്റായി. ഇങ്ങനെ 2 തവണ രാഷ്ട്രപതിയുടെ താൽക്കാലിക ചുമതല ആര് വഹിച്ചിട്ടുണ്ട്? ഹിദായത്തുള്ള വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ആയി തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന ആദ്യ ഉപരാഷ്ട്രപതി 97 മുതൽ 2002 വരെ ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന കിഷൻ കാന്താണ്. പിന്നീട് ഉപരാഷ്ട്രപതിമാരും രാഷ്ട്രപതി ആയിട്ടില്ല. അതുവരെ രാഷ്ട്രപതി ആയിരുന്ന ആൾക്കാരെല്ലാം ഉപരാഷ്ട്രപതി പദത്തിൽ നിന്ന് വന്നിട്ടുണ്ടിരുന്നു. അല്ലെങ്കിൽ അതിൽ വ്യത്യാസമായിട്ട് ജസ്റ്റിസ് ഹിദായത്തുള്ളതാണുള്ളത്. 2002 ശേഷം പിന്നെ ആരും അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം 15 പേരാണ് ഇതുവരെ ആയിട്ടുള്ളത്. മൊത്തം 17 ഉപരാഷ്ട്രപതിമാർ വന്നിട്ടുണ്ട്. അതിൽ 2 പേര് റിപ്പീറ്റ് വന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ 17ാമത്തെ പദവിയാണ്, പക്ഷേ 15 പേരേ വന്നിട്ടുള്ളൂ. 15ാമത്തെ വ്യക്തിയും 17ാമത്തെ ഉപരാഷ്ട്രപതിയും. അതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യമായിട്ട് വരണമെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന കാര്യം. അപ്പോൾ അദ്ദേഹം 15ാമത്തെ വ്യക്തിയാണ് ഉപരാഷ്ട്രപതിയാവുന്നത്. 17ാമത്തെ ഉപരാഷ്ട്രപതിയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം 2 തവണ 2 പേര് വന്നിട്ടുണ്ട് റിപ്പീറ്റായിട്ട്. നേപ്പാളിൽ വിപ്ലവം നടക്കുകയാണ്. ഈ വിപ്ലവത്തിൻ്റെ പേരാണ് ജൻസി വിപ്ലവം. കേട്ടോ, ജൻസി വിപ്ലവം. അവിടെ ഒരുപാട് മരണവും പിന്നെ അവിടുത്തെ പഴയ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ തീയിട്ട് കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേപ്പാളിൽ എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കുകയുണ്ടായി. ഈ പ്രശ്നത്തെ തുടർന്ന് അവിടുത്തെ മന്ത്രിസഭയൊക്കെ താഴെ വീണു. സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെയും അഴിമതി പടരുന്നതിൻ്റെയും പേരിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ വന്ന ഒരു വിപ്ലവമാണ് ജൻസി വിപ്ലവം. ഇത് ചോദിക്കാൻ കൊള്ളാം. നേപ്പാളിലാണ് നടന്നത്. നിലവിൽ പ്രസിഡൻ്റ് ആയിട്ടുള്ളത് രാമചന്ദ്ര പൗഡയാണ്. അദ്ദേഹത്തിനാണ് ഈ പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകിയത്. സോ പ്രധാനമന്ത്രിയും
പിന്നെ രാജിവെച്ച പ്രധാനമന്ത്രിയും നിലവിലെ പ്രസിഡൻറ്റിനെയും ഒന്ന് പഠിച്ചിരിക്കുക, രാമചന്ദ്ര പൗഡയിൽ. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ തീയിട്ട് കൊല്ലുകയുണ്ടായി. ഖലാൽനാഥ് ഖലാൽ എന്നറിയപ്പെടുന്ന പഴയ നേപ്പാളിലെ പ്രധാനമന്ത്രിയുടെ ഭാര്യയായ റബി രാജ്യലക്ഷ്മിയാണ് തീയിട്ട് കൊന്നത്. തീയിട്ട് കൊന്നതെന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന ആ ഒരു വസതി തീയിട്ട് നശിപ്പിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. വിപ്ലവകാരികൾ അതിന് സമ്മതിച്ചുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യം പഠിക്കുക. ജൻസി വിപ്ലവം നേപ്പാളാണ് എന്നൊരു കാര്യം പഠിച്ചിരിക്കുക. ഇനി നമ്മുടെ പത്രത്തിൽ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് തൊഴിൽ വാർത്തയിലൊക്കെ വന്നിട്ടുള്ള ഒരു കറണ്ട് അഫെയർ സെക്ഷനാണ്. ഇത് ആൾറെഡി നമ്മൾ എടുത്തതാണ് ഈ ഒരു ചോദ്യം. ISRO വികസിപ്പിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത മൈക്രോ ചിപ്പ് വിക്രം 32 ആണ്. നമ്മൾ സെമികോൺ 2025 ഇന്ത്യയുടെ ഭാഗമായിട്ടൊക്കെ അതൊരു പഠിച്ചതാണ്. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായിട്ട് ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത്? അപ്പോൾ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് ഈ വയനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു തുരങ്കപാത എന്നൊരു കാര്യം പഠിച്ചിരിക്കുക. 1600 വർഷത്തിനിടെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഉഷ്ണജല പ്രവാഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർടേണിംഗ് സർക്കുലേഷനാണ്. AMOC എന്ന് പറയും. AMOC അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ. അടുത്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി ദി വിസാർഡ് ഓഫ് ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത ആര്? ഒലിവർ അസായസ്. ചോദിക്കാം, ആരെ പശ്ചാത്തലമാക്കിയാണ് ഈ ഒരു സിനിമ വന്നത്? അതാണ് വ്ളാഡിമിർ പുതിനാണ്. സംവിധായകൻ്റെ പേര് ഒലിവർ അസായസ്. പുതിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് നടനായ ജൂഡ് ലോയാണ്. ഈയിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ. ഇമ്പോർട്ടൻ്റ് ആണ്. വസുധ ചക്രവർത്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസിൻ്റെ 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലൻഡാണ്. സമാധാന സൂചികയിൽ 1ാം സ്ഥാനം 2025 എത്തിയത് ഐസ്ലൻഡാണ്. ചോദിക്കാം, ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു വെച്ചോണം. 155ആണ്. 155 രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനീസ് അധിനിവേശത്തിനെതിരെയുള്ള വിജയത്തിൻ്റെ 80ാം വാർഷികം കൂറ്റൻ സൈനിക പരേഡ് നടത്തി ആഘോഷിച്ച രാജ്യം ചൈനയാണ്. 2026 യൂറോപ്പിൽ വലിയ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആശുപത്രിയിൽ യുദ്ധകാല നിർദ്ദേശങ്ങൾ നൽകിയ രാജ്യം. ഇത് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തതാണ്. അത് ഫ്രാൻസാണ്. ചരക്ക് സേവന നികുതി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകൾ 12ഉം 28 ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം 5ഉം 18 ഇപ്പോൾ ഉള്ളൂ. പിന്നെ 40. കൗമാരക്കാരൻ്റെ ആത്മഹത്യയെ തുടർന്ന് ഏത് AI പ്ലാറ്റ്ഫോമാണ് രക്ഷകർത്ത നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത്? ചാറ്റ് ജി പി ടി. ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കേരളത്തിൽ ഈയിടെ അന്തരിച്ച ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ആരാണ്? പേര് ഷെർലി വാസു ആണ്. ഓൺലൈനിലൂടെ സഭാ വിശ്വാസം പ്രചരിപ്പിച്ച് കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് കാർലോ അക്യൂട്ടസ് ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ EVMന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം? നല്ലൊരു ചോദ്യമാണ്. കർണാടകയാണ് ഉത്തരം. പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കിയ രാജ്യം? ചോദിക്കാം, അമേരിക്കയാണ്. ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈനലിൽ ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയെന്ന കാര്യം പഠിച്ചിരിക്കുക. ഹോക്കിയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ 2ാം സീസണിൽ കിരീടം നേടിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ്. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ലോക സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. സാക്ഷരതാ ദിനം വരുന്നത് സെപ്റ്റംബർ 8ആണ്. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരിയാന സെബലേങ്കയാണ്. ബെലാറൂസ് താരമാണ്. ചോദിക്കാം, US ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനിൻ്റെ താരമാണ്. ചോദിക്കാം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തമേറ്റ് ജപ്പാനിൽ പ്രധാനമന്ത്രി രാജിവെച്ചു. ആരാണ്? ഷിഗേരു ഇഷിബെയാണ് രാജിവെച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരോധിച്ചതിൻ്റെ പേരിൽ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കൾ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ച രാജ്യം ചോദിച്ചിട്ടുണ്ട്. നേപ്പാളാണ്. നമ്മളിപ്പോൾ ആൾറെഡി പഠിച്ചതാണ്.
അടുത്തത് ഹിമാചൽ ഹൈക്കോടതിയുടെ ഒരു വിധിയെക്കുറിച്ചാണ്. പ്രോറേറ്റ രീതി അന്യായമെന്ന് വിധിച്ച് ഹിമാചൽ ഹൈക്കോടതി. പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെൻഷൻ ആകുമ്പോഴത്തേക്ക് PF കിട്ടുന്നതിൽ വളരെ കുറവ് വരുന്നതിനെ സംബന്ധിച്ച് അന്യായ ഒരു വിധി കൊണ്ടുവന്നത് ആരാണ്? പെൻഷൻ, അതായത് ഉയർന്ന പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് വിധി കൊണ്ടുവന്നത് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയാണ്. പ്രോറേറ്റ രീതി ഒഴിവാക്കണമെന്നാണ് അവരുടെ നിർദ്ദേശം. കുടുംബശ്രീയും ധനലക്ഷ്മി ബാങ്കും കൂടെ ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ചോദിക്കാം, അടുത്തിടെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരണാപത്രത്തിൽ ഏർപ്പെടുത്തിയ ബാങ്ക് എന്ന് ചോദിക്കാം. പെട്ടെന്ന് നമുക്ക് കിട്ടൂല. ധനലക്ഷ്മി ബാങ്കാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേക്ഷൺ പുരസ്കാരത്തിൽ 1ാം സ്ഥാനം എത്തിയത് ആരാണ്? ഇത് നല്ലൊരു ചോദ്യമാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ നഗരമാണ്. റീസെൻ്റ്ലി പല പരീക്ഷയ്ക്കും ഇങ്ങനെയുള്ള വായു പുരസ്കാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വായു മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട മലിനീകരണം കുറഞ്ഞൊരു പ്രദേശമാണ് ഇപ്പോൾ അവിടെ. അഹല്യ നഗരി എന്നറിയപ്പെടുന്ന ഇൻഡോറാണ്. ലോക ചെസ് ചാമ്പ്യനെ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതായത് നമ്മുടെ ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ച ഒരു 16-കാരനുണ്ട്. അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ അഭിമന്യു മിശ്രയാണ് പരാജയപ്പെടുത്തിയത്. കേരള പ്രീമിയർ ചെസ് ലീഗ് നടക്കുകയുണ്ടായി. അതിൽ കോഴിക്കോട് വിജയിക്കുകയുണ്ടായി. ഏഷ്യ കപ്പിന് തുടക്കമായിട്ടുണ്ട്. ഏഷ്യ കപ്പിൻ്റെ വേദി UAE ആണ്. കാഫ ഫുട്ബോൾ നടക്കുകയുണ്ടായി. അതിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം 3ാം സ്ഥാനം നേടിയിട്ടുണ്ട്. 3ാം സ്ഥാനം.